ഡാഡി ഈ കൊഴുപ്പ് ഉരുവാനായിരിക്കും അല്ലേ തൂക്കണത്? ചുമ്മാ തിന്നോണ്ട് കിടന്നാ മതി ആടെ തിന്നല്ല കുടിക്കില്ല. തിന്നാലും കുടിപ്പന്നല്ലേ എനിക്ക് തിന്നണം കുടിക്കാൻ തിന്നണം ബൂസ്റ്റപ്പാ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്ന മതിയാ വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോണ്ടെന്നാ തൂത്തോണ്ടിക്കല്ലേ തൂര്? അത് ഞാൻ തൂത്തോളാം. നോക്ക് വർഷാപ്പ് ഉറക്കണം. നിങ്ങളെല്ലാം ഇതാക്കോല് എത്ര മാസം കൊണ്ട് അടഞ്ഞു കിടക്കുന്ന അറിയാമോ? എന്റെ കുഴപ്പോ അച്ഛന്റെ കുഴപ്പം? അച്ഛന്റെ കുഴപ്പങ്ങൾ എനിക്ക് സഹായിക്കാൻ നീ വേണ്ടേ? അവിടെ നീ ഇവിടെ ചായയും ചൂപ്പി വെട്ടി കയറ്റിക്കൊണ്ട് നടാ കണ്ടവരെ വീട്ടിൽ കയറി ഇരുന്നോണ്ട്. ഇവിടെ നിൽക്കണ കണക്കൊക്കെ ഞാൻ രവിയണ്ണ ഞാൻ ചേട്ടത്തിനടുത്ത് പറഞ്ഞോളാം. അച്ഛടപെടണ്ട. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി വർഷാപ്പ് തുറന്ന് പണികളൊക്കെ തുടങ്ങണ്ടേ ഒന്നേ. പിന്നെ വർഷോപ്പ് തുറന്ന് ഞാൻ കൂടെ ഇനി അവിടെ എന്തിന്? അവിടെ ആകെ 5 പണിക്കാരും വണ്ടി വന്നു. ഞാൻ കൂടെ ഒന്ന് എന്ത് ചെയ്യാ? അവിടെ നീ വണ്ടി ഒന്ന് 5 പണിക്കാരും നീ അറിയില്ല. എന്റെ കൂടെ വരണം. വരാൻ പറ്റുമോ പറ്റൂല? എന്നെ അവിടെ കൊണ്ട് നാളെ കിടത്തല്ലേ? നിങ്ങൾ നാളെ ചോരത്തമാരെ നെഞ്ചത്ത് കുതിര കയറാനായിട്ട് ഞാൻ വേണമെന്നില്ല. നാളെ കേട് ഞാൻ പറഞ്ഞ കാലം നീ വർഷാപ്പ് നോക്കിയാൽ ഞാൻ മാറിയിക്കാം. ഒന്ന് വർഷാപ്പ് തുറന്നു നീ നോക്കി നടത്ത്. അയ്യോ പിന്നെ ബെൻസിന്റെ വർഷോപ്പ് നടത്ത്. അയ്യോ നടത്താൻ നീ കൂടുതൽ ഇന്നെ ആക്കല്ലേ. കൂടുതൽ നീ വിസ്തരിക്കണ്ട. നീ എന്റെ കൂടെ വന്ന് വർഷാപ്പ് തുറക്കണം. തുറന്ന് എനിക്കൊപ്പം അവിടെ നിൽക്കണം. പണിയും ചെയ്യണം. ഒരു കൊച്ചിറക്കം അവിടെ ഉണ്ട്. അവനുകൊണ്ട് നമുക്ക് 3 പേർക്കായിട്ട് പണി ചെയ്യാം. ചുമ്മാ ഇങ്ങനെ ഇട്ടിരുന്ന നല്ലൊരു സെന്റർ അത് ഓർമ്മ വേണം. തുക്കട വർഷോപ്പല്ല അവിടെ നടത്തേണ്ടത്. വേണ്ട ഒരു കാര്യം ചെയ്യും. ഭർത്താവ് വേണ്ട. നീ ഒരു കാര്യം ചെയ്യും. എന്തെങ്കിലും ചെയ്യും. മുറുക്കാൻ കടേ എന്തൊരു വേണം ചെയ്യും. നിന്റെ ഇഷ്ടത്തിന് ചെയ്തോടെ. മുറുക്കാൻ കട അച്ഛൻ വരുന്ന മുറുക്കാൻ കടയില് അല്ല വേണ്ട വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള ചെയ്. നിനക്ക് എന്തിനാണ് അത് ചെയ്. ചായക്കട ഇതെന്ത് സൗകര്യം. അങ്ങനെ പറ. എനിക്ക് ചില പ്ലാനുകളുണ്ട്. നടത്തട്ടാ? നിർത്തിക്കോ. നിർത്തി പോണം. പക്ഷെ അവിടുന്ന് തെണ്ടി തിരിഞ്ഞിറങ്ങി നടക്കാൻ പോലെ കറങ്ങാൻ. ഇതുകൊണ്ടാണ് ഞാൻ വരാത്തത്. എപ്പോഴും എന്നെ ഒരുമാതിരി ഇങ്ങനെ കോനടിച്ച രീതിയിൽ കോന അടിക്കുന്നില്ല. ഒരു സ്ഥാപനം വേണ്ട. അങ്ങനല്ല. തുറന്നു കഴിഞ്ഞാ അവിടെ നമ്മൾ ഉത്തരവാദിത്വം എനിക്കറിയാം ഉത്തരവാദിത്വം എനിക്കറിയാം. കറങ്ങാത്ത ഒരാള്. ശരി ഉത്തരവാദിത്തോടെ നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കണത്? നിങ്ങൾ വർഷോപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിൽക്കല്ലേ? ഇവിടെ തൂത്തോണ്ടിരിക്കല്ലേ? ഇവിടെ തൂത്തോണ്ടിരിക്കണല്ല. ഇതിപ്പോ നമ്മളെ വീട് അതിന്റെ തൂക്കണം. പറഞ്ഞയാള് നമുക്ക് പോയി ആ വർഷാപ്പും തുറന്ന് വീണ്ടും ശരി ശരി നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാം. നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാനും കൂടെ നിക്കാം. പോരെ? എന്ത് അത് മതി. മക്കള് സ്നേഹത്തോടെ വിളിച്ചാൽ ഞാൻ അപ്പൊ വരും. നമ്മള് നമുക്ക് പോണം. നാളെ തന്നെ ഇവിടെ നിന്ന് പോവാം കേട്ടാ. ഇന്ന് പോണോ? അല്ല നമുക്ക് നാളെ പോയാ. നാളെ ഇന്ന് പോയാലോ? നീ ഇവ എവിടെ ചെന്ന് കിടക്കുന്നത്? ഇങ്ങോട്ട് വാടാ. നേരം ആയല്ലേ. ചാർജർ കാണാനില്ലെന്ന്. ചാർജറാ കിട്ടിയാ? അപ്പം മക്കളെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ വരാം മാമ. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മ 2 പേരോടും കൂടി പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. മക്കളെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. കേട്ടോ മക്കളെ? പോണം മക്കളെ. കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. കേട്ടോ മക്കളെ? ചുമ്മാ മക്കളെ പോണം മക്കളെ പോണം. ഇത് വേണ്ട. എന്റെ മാമനല്ലേ ഞാൻ കൊടുത്തത്. അത് വണ്ടിക്കൂലിക്ക് പെട്രോളൊക്കെ അടി മാമ നോക്കടാ. മാമ ഇരിക്കട്ടെ. സൂക്ഷിച്ചു പോ. ശരി ശരി. അപ്പം മക്കളെ പറഞ്ഞു കേട്ടല്ലേ? പോട്ടെ മക്കളെ. അതൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, മെയിൻ റോഡ് വഴി പോണ്ട. ഇത് ഷോർട്ട് കട്ട് പോയി കഴിഞ്ഞോണ്ടല്ല, കരമന എടപ്പഴിഞ്ഞി വട്ടിയൂർക്കാവ് വഴി കറിഞ്ഞ ഉത്തരംകോട് 1 മണിക്കൂർ കൊണ്ട് അങ്ങ് എത്തും. വിഷമിക്കാ മാമ. ചെല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം കരച്ചിലാണെങ്കിൽ. വിഷമം ഒന്നെങ്കിൽ പോണ്ടെന്ന് പറ. പോണേ ഇറങ്ങി. ഞാൻ കയറണ്ടേ? നീ ഇനി ഞാൻ ബാഗ് കൊടുക്കും. ഇനി അവിടെ ചെന്നിട്ട് മാമനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ചെയ്യാം. നമ്മൾ ഭയങ്കര ബന്ധമാണെന്ന്. സെറ്റ് ബന്ധമാണ്. ഞാനൊരു ഡാഡി തോന്നുന്നുണ്ടല്ലോ. ബ്രോ ഡാഡിയാണ് അല്ലേ? ഡാഡി
ശരി പോയിട്ട് വരാം. പോയിട്ട് വരാം. വേണ്ടാക്കളെ ടാറ്റാ. ടാറ്റ ടാറ്റ പയ്യപ്പോ